മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് ഫിത്നകളും ഏഷണിയും ദൂഷണവും ഗീബത്ത് നമീമത്ത് പറഞ്ഞിട്ട് ഈ ദുനിയാവിൽ വെച്ച് പൊരുത്തം വാങ്ങാതെ മരണപ്പെട്ടു പോകുന്നവർ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് കുരങ്ങന്റെ കോലത്തിലാണെന്ന് നബിയുനാ ഷഫീന റസൂലുള്ളാഹി. ആർക്കെങ്കിലും വിഷമമുണ്ടോ, പ്രയാസമുണ്ടോ? ഇവിടെ നീ വലിയ ഹാജിയാരായിട്ട് തന്നെ ഇരിക്കും, നീ മരിക്കുമ്പോഴും വലിയ ഹാജിയാരായിട്ട് തന്നെ മരിക്കും. നാളെ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് കുരങ്ങന്റെ കോലത്തിലായിരിക്കും. എന്താ കാരണം? ഒന്നുമില്ല. അൽ മശ്ശാഊന ബിൻ നമീമ, ഫിത്നയും ഫസാദും ഗീബത്തും നമീമത്തും ഏഷണിയും ദൂഷണവും കണ്ടവന്റെ പച്ച മാംസം തിന്ന് 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 അത് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ അതിങ്ങനെ വ്യാപിപ്പിച്ച് വെറുതെ ഉമ്മത്തിനുള്ള ഫിത്ന ഉണ്ടാക്കി ഇവനൊക്കെ മരിച്ചുപോയി നാളെ റബ്ബിന്റെ മുന്നിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഈ കോലത്തിലാണെന്ന് നബി റസൂലുള്ളാഹി കരുതിയിരുന്നോ, മനസ്സിലാക്കിയിരുന്നോ? വേണമെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്തോളി, എനിക്ക് എന്റെ ബാധ്യത ഞാൻ നിറവേറ്റാണ്. നമുക്കതേ പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട ഹദീസ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചെന്ന വാക്കാണിത്. ഇത് വിശ്വസിക്കാൻ ഒരു മുസ്ലിം ഉമ്മത്ത് തയ്യാറായില്ലെങ്കിൽ അവൻ മുസ്ലിമായിട്ട് ജീവിച്ചിട്ടെന്ത് കാര്യം? അതാ ചിന്തിക്കേണ്ടത്. മുസ്ലിമായിട്ട് ജീവിച്ചിട്ടെന്ത് കാര്യം? 5 നേരം നിസ്കരിക്കുന്നു, ജുമാ നിസ്കരിക്കുന്നു, പെരുന്നാൾ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഇതൊന്നും അല്ലാഹുവിന്റെ വലിയ കാര്യമൊന്നുമില്ല. വലിയ വലിയ ഇബാദത്തുള്ളവനെയാണ് നാളെ പിടിച്ചു നിർത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, വലിയ ആലിമിനെ കൊണ്ടാണ് നരകമല്ല കത്തിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആലിമിനെ കൊണ്ടാണ് നരകമല്ല കത്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. നമുക്ക് ആഖിറത്തെ കുറിച്ച് പേടിയില്ലാത്തത് കൊണ്ട് നമുക്ക് 32 പല്ലിന്റെ ഇടയിൽ ഒരു നാവ്, എല്ലില്ലാത്ത നാവ്, ഇഷ്ടമുള്ളതുപോലെ നമുക്ക് വിളിച്ചു പറയാം, ആരെയും എന്തും പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തുമായി ഹദീസുമായി ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞു, അന്നമീമത്തു വശതീമത്തു വൽഹംയത്തു ഫിന്നാർ. ഈ 3 വിഭാഗം നരകത്തിലാണ്. ഒന്ന് നമീമ, ഏഷണിയായിട്ട് ഇവിടെ കേട്ടത് അവിടെ പറയാ, അവിടെ കേട്ടത് ഇവിടെ പറയാ. ഇവർക്ക് അൽ മുഫർരിഖൂന ബൈനൽ അഹിബ്ബ, സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും കഴിഞ്ഞുകൂടുന്നവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഏഷണിയുമായി വിമുഖനായിട്ട് 2 മുഖം കൊണ്ട് നടക്കുന്ന വൃത്തികെട്ടവർ, വശതീമത്ത് തെറി വിളിക്കുന്നവർ, ചീത്ത വിളിക്കുന്നവർ, യാതൊരു കാരണവുമില്ലാതെ മാശതമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിശതീമത്തി, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും പോലും തെറി വിളിച്ചിട്ടില്ല. നമ്മൾ തെറി വിളിക്കുന്നവർ, തെറിയഭിഷേകം, തെറിയഭിഷേകം ഏതിലുമാകട്ടെ തെറി വിളിക്കുക, അവർക്കൊരു പ്രശ്നമില്ല, ഇവരും നരകത്തിലാണ്. 3 വൽഹംയത്ത്, വർഗീയത ഇളക്കിവിട്ട് പരസ്പരം സൗഹാർദ്ദത്തെ നാശത്തിലേക്കും സൗഹാർദ്ദാന്തരീക്ഷത്തെ തകർക്കുകയും ചെയ്യുന്ന ഏത് വിഭാഗമായാലും അവരും നരകത്തിലാണ് നബിയുനാ റസൂലുള്ളാഹി. 3 വിഭാഗം. വെറുതെ നമ്മൾ ഫിത്ന, വെറുതെ നമ്മൾ ഫസാദ്, ഗീബത്ത്, നമീമത്തൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൂട്ടും. എന്നിട്ട് 5 നേരം നിസ്കരിക്കാൻ നിർത്തി വന്നിട്ട് വന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈയ്യൊട്ടേ ചെയ്യും. എന്തിനത്? ഈ ആയത്തും ഹദീസും ആർക്കുള്ളത്? കാഫിറുകൾക്കുള്ളതാ? ഖുർആനും ഹദീസും പറയുകയാണ് മുസ്ലിമീങ്ങളുടെ ജമാഅത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ അല്ലാഹു പ്രത്യേകമായി മാറ്റി നിർത്തും. അവരിൽപ്പെട്ടവരാണിവർ. ഉയർത്തെഴുന്നേൽപ്പിച്ച് വരുന്ന കോലത്തില് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് അവർ വരുന്നത് കുരങ്ങന്മാരുടെ കോലത്തിലാണ്. മുസ്ലിമായി അടക്കപ്പെട്ടവർ, അതേ അവർ മുസ്ലിമീങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ അവരുടെ പ്രവൃത്തി എന്തായിരുന്നു? ഗീബത്ത്, നമീമത്ത്, വിളമ്പലായിരുന്നു ജോലി. അതിന് ഖബറിൽ തന്നെ ശിക്ഷയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മർറ ബിഖബ്റൈൻ, 2 ഖബറിന്റെ അരികിലൂടെ നടന്നുപോയി. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറുന്നു. എന്താ സംഭവിച്ചത്? ഒരു മടൽ ഓടിച്ചു കൊണ്ടുവന്ന് കുത്തിവെക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാനി ഫീ കബീർ, ഒരു വലിയ പാപത്തിന്റെ പേരിൽ അവർ 2 പേരും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫഅമ്മൽ അഹദ്, അതിൽ ഒന്നാമത്തെ ആളുടെ പണി എന്തെന്നറിയോ? അദ്ദേഹത്തിന്റെ ജോലി ഈ ഏഷണി പറഞ്ഞു നടക്കലായിരുന്നു ഇയാളുടെ പണി. അയാളെ കൊണ്ട് അടക്കിയേക്ക്. നബിതങ്ങൾ കണ്ടു, നബിതങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് മാറിയിട്ട് ഒരു മടൽ ഓടിച്ചവിടെ കുത്തിവെച്ചു. ഇത് ഇസ്തിഗ്ഫാർ ചെയ്യട്ടെ, ഇസ്തിഗ്ഫാർ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട്. അയാളുടെ പണി എന്തായിരുന്നു?
നമീമത്തുമായി കറങ്ങി നടക്കുക, ഏഷണിയായിട്ട് കറങ്ങി നടക്കുക. ഇതായിരുന്നു അയാളുടെ ജോലി. അവിടെ ഇവിടെ 5 നേരം നിസ്കാരം എന്തിനാ അല്ലാഹുവെ കളിപ്പിക്കാൻ നിസ്കരിക്കുന്നത്? എനിക്കതാ ചോദിക്കാനുള്ളത്. നമസ്കാരം എന്തിനാണ്? ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലാഹി ഫതറസ് സമാവാതി വൽ ഹനീഫ മുസ്ലിമ. കള്ളൻ, വെറും കള്ളൻ. ഹനീഫ മുസ്ലിമ, ഒറിജിനൽ മുസ്ലിമാണ് അല്ലാഹ്. ർജുമാനസീകനായി നിന്റെ മുന്നിൽ ഞാൻ കൈകെട്ടി നിൽക്കുന്നു. അല്ലാഹ് ഇന്നനി അന മിനൽ മുസ്ലിമീൻ. അല്ലാഹ് ഞാൻ ഒറിജിനൽ മുസ്ലിമാണ് അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഗീബത്ത് നമീമത്ത് പറയല്ലേ? മുസ്ലിമാ അള്ളാന്റെ അടുക്ക വന്നിട്ട് നമ്മൾ പടച്ചവന്റെ മുന്നിൽ പ്രതിജ്ഞ എടുത്തിട്ട് പോയിട്ട് നമ്മൾ അവന്റെ അടുത്ത് അവന്റെ ഗീബത്ത് പച്ചമാംസം തിന്നല്? ഇത് അള്ളാഹ് പുറത്തരൂല. അള്ളാഹുമായി ബന്ധപ്പെട്ട് നീ അള്ളാഹെ ഗീബത്ത് പറഞ്ഞോ, അള്ളാഹ് അല്ലവ പുറത്തു നിന്നേക്കും. പക്ഷേ നമ്മുടെ സഹോദരന്മാരെ ഗീബത്ത് നമീമത്ത് പറഞ്ഞാൽ അള്ളാഹ് പൊറുക്കൂല. അവനോട് വിച്ചുതിര്, അവനോട് വിച്ചുതിര്. ഇന്ന സാഹിബൽ ഗീബത്തി ലാ യഗ്ഫിറുല്ലാഹു ലഹു ഹത്താ യുഗ്ഫറ ലഹു സാഹിബുഹു. നീ ആരെ കുറിച്ചാണോ പറഞ്ഞത് അവൻ നിനക്ക് മാപ്പ് ചെയ്തു തരാതെ അള്ളാഹു നിനക്ക് പുറത്തു തരൂല. അള്ളാഹ് പുറത്തു തരൂല. വെറുതെ പറയുന്നത്, സംസാരിക്കുന്നത്. ആരും സംസാരിക്കാം. ഷേഖ് അസ്സലാമു അലൈക്കും. നമുക്ക് ആ പണിയില്ല. എന്തിന് നമ്മൾ അവന്റെ കൂടെ പോയി നിൽക്കണം? ചായയും ബോണ്ടായും ഉള്ളിവടയും മൈസൂർ പാക്കും ഒക്കെ തിന്നിട്ട് മറ്റവന്റെ പാക്കും കൂടെ അതിന്റെ ഇടയ്ക്കൂടെ കയറ്റി കുത്തിക്കയറ്റി സംസാരിച്ച് ചായം കുടിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് അവന്റെ അസറും തീർന്നു, അവന്റെ ലഹറും തീർന്നു. ഒരൊറ്റ ചായയും വടയിലും അവന്റെ ലഹറും അസറും തീർന്നു. മിണ്ടാതെ അവിടെ മുറുക്കാൻ കടയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നവന് നേരെ അള്ളാഹ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നിനക്ക് വന്ന് നിന്റെ തലയിട്ട് നീ നിസ്കരിച്ചില്ല, ഇബാദത്ത് ചെയ്തില്ല, നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ഏടെടുത്ത് നോക്കുമോ, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ പടച്ചവനെ, നീ ഒന്നും ചെയ്തിട്ടില്ല, നിന്നെ കുറിച്ച് വേറെ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് നിന്റെ അക്കൗണ്ടിലേക്ക് വന്ന് വീണതാണ്. ഇത് അനുഭവിക്കാൻ പോണത്. ഇതൊക്കെ ഉപദേശിച്ച് തരലാണ് നമ്മുടെ ഡ്യൂട്ടി. ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാർ. ഇതൊക്കെ പണ്ഡിതന്മാർ ഇതൊക്കെ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ഇവർ ഈ പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്ത് പുണ്യമാണ് എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കാൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ഈ പണ്ഡിതന്മാരുടെ ബാധ്യത എന്താണ്? അള്ളാഹു ചോദിക്കാണ്. അള്ളാഹു നമ്മളോട് ചോദിക്കാണ്. നമ്മൾ എന്താ മറുപടി അറിയാം? അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇത് ഒഴിവാക്ക്. ആരെ കുറിച്ച് ഒന്നും പറയണ്ട ഹബീബെ. നമ്മൾ ഉള്ളതും പറയണ്ട, ഇല്ലാത്തതും പറയണ്ട. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ട് വന്നു പോകും. പക്ഷെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ കൊരങ്ങൻ മുസ്ലിമായിട്ട് അടക്കിട്ട് പോകുമ്പോൾ നാളെ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ കൊരങ്ങൻ. ഹദീസാണ് അല്ലാഹുവിന്റെ സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞ ചെറിയ തെറ്റാ ചെയ്തത്, പക്ഷെ അള്ളാഹിന്റെ അടുക്ക വരുന്ന ഏത് കോലത്തിലാ? പടച്ച റബ്ബേ, അല്ലാഹ് നീ കാത്തിരക്ഷിക്കണേ പടച്ചവനെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്ന അഹബ്ബ ഇലയ്യ, എനിക്ക് നിങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെന്നറിയോ? അഹാസിനക്കും അഖ്ലാഖൻ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരെയാണ് എനിക്കിഷ്ടം. നിങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നല്ല സ്വഭാവമുള്ളവരെയാണ്. അൽ മൂത്തിഊന അക്നാഫൻ വയഅലിഫൂന വയുഅലഫൂൻ. അവർ തന്റെ മറ്റുള്ള സഹോദരന് വേണ്ടി തന്റെ പിടലി താഴ്ത്തി കൊടുക്കും, മറ്റുള്ളവന്റെ മുന്നിൽ വിനയാന്വിതരായിരിക്കും, മറ്റുള്ളവനെ സഹായിക്കും, മറ്റുള്ളവന്റെ ഉത്തരവാദിത്തങ്ങൾ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാൻ അവൻ തയ്യാറാകും, സ്നേഹിക്കും, സ്നേഹം ഉണ്ടാക്കി കൊടുക്കും, സ്നേഹമില്ലാത്തവർക്കിടയിൽ സ്നേഹം ഊട്ടിക്കൊടുക്കും. അതാണ് അവന്റെ ജോലി. ഇവരെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا عظيما. ഒരു മുഅ്മിനായ സഹോദരൻ, ഒരു വിശ്വാസിനി ചെയ്യാത്തത് അവന്റെ മേൽ പറഞ്ഞ്, അവനെ കുറിച്ച് അനാവശ്യം പറഞ്ഞ് പരത്തിയിട്ട് അവന്റെ മേൽ ആരാണോ വേദനിപ്പിക്കുന്നത്, അവനെ വേദനിപ്പിക്കുന്നത്, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഭയങ്കരമായ ശിക്ഷയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് ഖുർആനും ഹദീസുമാണ് ഹബീബിങ്ങളെ, എന്റെ സുഹൃത്തുക്കളെ, സഹോദരൻ, നമ്മുടെ മാനദണ്ഡം. നമ്മളിത് പറയുമ്പോ നമ്മളെ കുത്താൻ നിൽക്കരുത്. നമ്മളൊക്കെ ഈ കമന്റിൽ കാണുന്നതാണ് ഓരോ വാക്ക്. പലിശയെ കുറിച്ച് പറഞ്ഞപ്പോൾ പലിശക്കാരൻ 500 രൂപ കൊടുത്ത് അയാൾ വാങ്ങുമോ, പലിശക്കാരൻ 1000 രൂപ കൊടുത്ത് അങ്ങേരോ. ഇതെന്തിനാ? ആരെയോ കുറ്റം പറഞ്ഞത്? അബൂബക്കറിനെ അല്ല. എന്റെ മുസ്ലിം സഹോദരങ്ങൾ ശ്രദ്ധിച്ചോളി, നിങ്ങൾ കമന്റ് അടിക്കുമ്പോ ഓർത്തോ, അബൂബക്കറിനെ അല്ല. എനിക്കിവിടെ എന്റെ ശരീരത്തിൽ വന്നൊട്ടയില്ല, എനിക്കൊരു പോറലി കേൾക്കൂല. ഞാൻ ഈ മിഹ്റാബിൽ മിമ്പറിൽ നിന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആയത്തും ഹദീസുകളും എടുത്തു പറയുന്നു എന്നല്ലാതെ അത്
പറയുന്നു എന്നല്ലാതെ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഉണ്ടാക്കിയൊന്നും പറയുന്നില്ല. അപ്പോ നിങ്ങൾ തെറി വിളിക്കുന്നത് അബൂബക്കറിനെ അല്ല, അല്ലാഹുവിന്റെ റസൂലിനെയാണ്. അത് ആദ്യം ആലോചിച്ചോളി. ചുമ്മാ കമന്റ് അടിച്ചങ്ങോട്ട് വിടുക, എന്നും തോന്നിയ ദിവസം വിളിച്ചു പറയാം, അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ നമുക്കല്ല, നമുക്കെതിരെയല്ല, നമുക്കതൊന്നും ഒരു വിഷയമില്ല. ഇനി എന്ത് നിങ്ങൾ പറഞ്ഞാലും നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല. പറയേണ്ടത് വെട്ടി തുറന്ന് പച്ചയ്ക്ക് പറയും. ഞാൻ പറയും, ഈ പറയുന്നത് നിങ്ങളോട് മാത്രമല്ല എന്നോടുമാണ്. നിങ്ങളെക്കാൾ കൂടുതൽ ഈ പറയുന്ന ഞാനാണ് ഇത് ഉൾക്കൊള്ളേണ്ടത് എന്ന് ഞാൻ എപ്പോഴും ഞാൻ പറയും. അല്ലാതെ നിങ്ങളെ മാത്രം കുറ്റക്കാരനാക്കി ഞാൻ നല്ലവനായി പുണ്യാളനായിട്ടല്ല പറയുന്നത്. നിങ്ങളെക്കാൾ ഏറ്റവും മോശവും തെറ്റുകാരനെ ഞാനാണ്. പിന്നെ പറയുമ്പോൾ നമുക്ക് സത്യമേ പറയാൻ പറ്റും, ഹക്കേ പറയാൻ പറ്റും. അത് വളച്ചൊടിക്കാനോ ആളുകളുടെ സൗകര്യത്തിന് വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് നടത്താനോ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. ദീനിന്റെ വിഷയം ഖുർആനിന്റെയും ഹദീസിന്റെയും വിഷയമാണ്. ഇതൊക്കെ വളച്ചൊടിച്ചാല് ഇതിന്റെ പേര് ആഖിറത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടത് നിങ്ങളല്ല, ഈ പറയുന്ന ഞാനാണ്. ആരും ചോദിക്കാൻ വരില്ല. എനിക്കതിന് തയ്യാറുമല്ല, താല്പര്യവുമില്ല. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന വിഷയങ്ങൾ കടുപ്പമേറിയ വിഷയമാണ്. പറയുമ്പോ പച്ചയ്ക്ക് പറയും. വേദനിക്കുന്നതിന്റെ പേരിൽ ഉസ്താദിനെ കുത്തണ്ട, നിങ്ങൾ കുത്തുന്നത് അള്ളാഹുവിനെ ആയിരിക്കും, അവന്റെ റസൂലിനെയും ആയിരിക്കും. അത് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹദീസുകളിൽ തെറ്റ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതിന് വിപരീതമാണോ, അൽഹംദുലില്ലാഹ് ചൂണ്ടിക്കാണിക്കും. 100 വട്ടം അവർക്ക് വേണ്ടി ദുആ ചെയ്യാം, ഞാൻ അവരെ സ്വീകരിക്കാം. ഞാൻ പറഞ്ഞു പോയത് തെറ്റാണെന്ന് ഇതേ മിമ്പറിൽ നിന്ന് തന്നെ ഞാൻ തിരിച്ചു ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അല്ലാതെ ആയത്തും ഹദീസുകളും പറയുമ്പോ എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നബിതങ്ങൾ പറഞ്ഞ വാക്കെടുത്ത് പറയുന്നു, അള്ളാഹു പറഞ്ഞ വാക്കുകളാണ് എടുത്തു പറയുന്നത്. ആ റസൂലിനെയും അല്ലാഹയും ആര് ധിക്കരിച്ചോ, നഊദു ബില്ലാഹ്, അവർ വ്യക്തമായി പിഴച്ചവരാണ്, അവർ നരകത്തിലാണ്. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആരാണോ ധിക്കരിച്ചവർ, അതിന് എതിരെ ആരാണോ വിരൽ ചൂണ്ടിയത്, ശബ്ദമുയർത്തിയവർ, അവർ വ്യക്തമായി പിഴച്ചവരാണെന്ന് ഖുർആൻ പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് കമന്റ് അടിക്കുമ്പോ ഒന്ന് സൂക്ഷിച്ച് കമന്റ് അടിക്കുന്നത് നല്ലതാണ്. ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത്. ഇഷ്ടമുള്ളവർ സ്വീകരിക്കും, ഇഷ്ടമില്ലാത്തവർ വിടി. അത് തന്നെ ഏറ്റവും വലിയ നല്ല കമന്റ്. ആവശ്യമില്ല അയാൾക്ക് 1000 മറ്റു പലിശക്കാരൻ ലോട്ടറിക്കാരൻ കൊടുത്താൽ മേടിക്കുവോ, മറ്റോ കൊടുത്താൽ വാങ്ങിക്കുവോ. നമുക്കിപ്പോ എണ്ണി ചോദിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? റമദാൻ മാസത്തിൽ വന്ന് മുസാഫാത്ത് ചെയ്ത് എല്ലാരും 100ഉം 500ഉം പോക്കറ്റിൽ കൊണ്ടുവെക്കുമോ? നിന്റെ പണിയാന്ന് ചോദിച്ചോണ്ടിരിക്കാൻ പറ്റുമോ ഇവിടെ? അതുകൊണ്ട് അങ്ങനെയുള്ള കമന്റുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക. നമ്മുടെ നാവ് സൂക്ഷിക്കും, വിരൽ സൂക്ഷിക്കും. ഈ വിരലൊക്കെ ആഖിറത്തിൽ ഈ കമന്റ് അടിക്കാൻ പോകുമ്പോഴേ നിങ്ങളുടെ വിരൽ സംസാരിക്കും. ഈ വിരലുകൾ സംസാരിക്കും. പടച്ചവനെ, നിന്റെ ദീനിനെതിരെ ഞാൻ ശബ്ദമുയർത്തി എന്റെ വിരലുകൊണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചോളി. അള്ളാഹു മനസ്സിലാക്കാൻ